ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ അൽ ബഖറയിലെ 187 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇനി 188-ാമത്തെ വാക്യം പുതിയൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നോമ്പിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞത്. നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇനി വേറെ ഒരു കാര്യം പറയുകയാണ്. 188. അന്യായമായി നിങ്ങൾ അന്യോന്യം സ്വത്തുക്കൾ തിന്നരുത്, അറിഞ്ഞുകൊണ്ട് തന്നെ. ആളുകളുടെ സ്വത്തുക്കളിൽ നിന്ന് വല്ലതും അധാർമികമായി നേടിയെടുത്തു തിന്നുവാൻ വേണ്ടി നിങ്ങൾ അതുമായി വിധികർത്താക്കളെ സമീപിക്കുകയും ചെയ്യരുത്. എന്താണ് ഇവിടെ സംഭവം? പതിവ് പോലെ ഇവിടെയും മുഹമ്മദിൻ്റെ മുമ്പിൽ വന്ന ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് അപ്പോൾ മനസ്സിൽ തോന്നിയൊരു കാര്യം ഒരായത്തായിട്ട് വെച്ച് കാച്ചിയതാണ്. എന്നു മാത്രമല്ല, മുഹമ്മദിന് പറ്റിയ ഒരു ഹിമാലയൻ അബദ്ധം, ഒരു അമളി, ആ അമളിയുടെ ജാള്യത തീർക്കാൻ വേണ്ടി മുഹമ്മദ് അവതരിപ്പിച്ചതാണ് ഈ ഖുർആൻ വാക്യം എന്ന് ഇതിൻ്റെ അവതരണ സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. എന്താണ് സംഭവം എന്നുള്ളത് ബുഖാരിയിലൊക്കെ ചില ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സബബുൻ നുസൂലായിട്ടും പറഞ്ഞിട്ടുണ്ട്. 2 പേര് മുഹമ്മദിൻ്റെ അടുത്ത് ഒരു സ്വത്ത് തർക്കവുമായിട്ട് വന്നു. അതിൽ ഒരാളുടെ സ്വത്ത് അന്യായമായി മറ്റൊരാൾ കൈയടക്കിയതാണ്. പക്ഷേ ഈ സ്വത്ത് കൈയടക്കിയ ആൾ വളരെ വിരുദ്ധനായിരുന്നു, വളരെ വാക്സാമർത്ഥ്യമുള്ള ആളായിരുന്നു. നമ്മളെ എം അക്ബറിനെ പോലെയുള്ള ആളായിരുന്നു. അയാൾ നബിയുടെ മുമ്പിൽ ഈ കേസുമായി വന്നിട്ട് അയാളുടെ വാക്സാമർത്ഥ്യം കൊണ്ട് അയാളുടെ പക്ഷമാണ് ന്യായം എന്ന് മുഹമ്മദിനെ ബോധ്യപ്പെടുത്തി. മറ്റേ ആളൊരു പാവമായതുകൊണ്ട് അയാൾക്ക് അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അയാൾ കള്ളനാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്നതിൽ അയാൾ പരാജയപ്പെട്ടു. അങ്ങനെ മുഹമ്മദ് ഇയാളുടെ വാചക കസർത്തിൽ വീണു പോവുകയും അയാൾക്ക് അനുകൂലമായി വിധി പറയുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഇയാളുടെ പൊങ്ങച്ചം പറച്ചിലും മറ്റേ ആളുടെ തുടർച്ചയായിട്ടുള്ള കരച്ചിലും അതുപോലെയുള്ള അതിൻ്റെ പ്രതികരണങ്ങളും ഒക്കെ കണ്ടപ്പോൾ മുഹമ്മദിന് വളരെ വൈകി കാര്യം മനസ്സിലായത്. താൻ കൊടുത്ത വിധി ഒരു അബദ്ധമായിരുന്നു എന്നും അയാൾ യഥാർത്ഥത്തിൽ കള്ളത്തരം കാണിച്ച് മറ്റേയാളുടെ സ്വത്ത് തട്ടിയെടുത്തതാണ് എന്നും പിന്നീട് മുഹമ്മദിന് ബോധ്യമായി. അങ്ങനെ ബോധ്യമായ ഒരു സന്ദർഭത്തിൽ പിന്നെ ഈ ജാള്യത മറക്കാൻ വേണ്ടി, താൻ തെറ്റായ ഒരു വിധി നൽകിയതിൻ്റെ ജാള്യത മറക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് പറഞ്ഞതാണ് ഈ വാചകം. അങ്ങനെ അന്യായമായി തട്ടിയെടുക്കുന്നവർ അഗ്നിയാണ് തിന്നുന്നത് എന്നും അങ്ങനെയുള്ളവർക്ക് വലിയ ശിക്ഷ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആയത്തിറക്കുകയാണ് പിന്നീട് മുഹമ്മദ് ചെയ്തത്. അന്യായമായി നിങ്ങൾ അന്യോന്യ സ്വത്തുക്കൾ തിന്നരുത്, അറിഞ്ഞുകൊണ്ട് തന്നെ. ആളുകളുടെ സ്വത്തുക്കളിൽ നിന്ന് വല്ലതും അധാർമികമായി നേടിയെടുത്ത് തിന്നുവാൻ വേണ്ടി നിങ്ങൾ അതുമായി വിധികർത്താക്കളെ സമീപിക്കുകയും ചെയ്യരുത്. അപ്പോൾ വിധികർത്താക്കളെ സമീപിച്ചു. ആരാണ് വിധികർത്താവ്? മുഹമ്മദ് തന്നെയാണ്. മുഹമ്മദിനെ സമീപിച്ചു. തട്ടിപ്പ് നടത്തി ഒരാളുടെ സ്വത്ത് കൈക്കലാക്കിയ ഒരാൾ മറ്റേ ആളും കൂടെ പരാതിയുമായി വന്ന സമയത്ത് ഈ തൊട്ട് കൈക്കലാക്കിയ ആൾ അയാളുടെ സാമർത്ഥ്യം കൊണ്ട് മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് വിധി വാങ്ങിച്ചു പോയി എന്നാണ്. അപ്പോൾ ഈ തട്ടിപ്പ് നടത്തിയ ആൾ തന്നെയാണ് ഇതിൽ വിധി ചോദിച്ച് വന്നിട്ടുള്ളത് എന്ന് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ മുഹമ്മദ് തെറ്റായ വിധി നൽകി, പിന്നീടത് തെറ്റായി പോയി എന്ന് ബോധ്യപ്പെടുകയും അയാൾ കള്ളനാണെന്ന് മനസ്സിലാവുകയും ചെയ്തപ്പോൾ ആ ജാള്യത തീർക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ് ഈ ആയത്ത്. തെളിവ് സബബുൻ നുസൂലായി വന്നിട്ടുള്ള ഹദീസുകളിലുണ്ട്. ഒരു ബുഖാരി ഹദീസ് ഞാൻ അതിൻ്റെ തെളിവായിട്ട് കാണിച്ചു തരാം. ഇതാണ്. ഉമ്മു സലമ പറയുന്നു, ഒരിക്കൽ തിരുമേനി തൻ്റെ വീട്ടുവാതിൽക്കൽ ഒരു വഴക്ക് കേട്ടു. അവിടുന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. തിരുമേനി അരുളി, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. എൻ്റെ അടുക്കൽ ചിലപ്പോൾ ആവലാതിക്കാർ വരും. അവരിൽ ചിലർ ചിലരേക്കാൾ വാക്സാമർത്ഥ്യമുള്ളവരായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞത് സത്യമാണെന്ന് ധരിച്ച് അവർക്ക് അനുകൂലമായി ഞാൻ വിധിക്കും. വാസ്തവത്തിലോ ഒരു മുസ്ലിമിൻ്റെ അവകാശം മറ്റു വല്ലവനും വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ വിധി കൽപ്പിക്കുവാൻ ഇടവന്നു പോയെങ്കിൽ അത് അഗ്നിയുടെ ഒരു തുണ്ട് മാത്രമാണ്. അത് അവൻ സ്വീകരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തു കൊള്ളട്ടെ. അപ്പോൾ മുഹമ്മദിന് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാറുണ്ടായിരുന്നു എന്നും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നും ഇതിൻ്റെ സബബുൻ നുസൂലും അതുമായി ബന്ധപ്പെട്ട ഈ ഹദീസും ഒക്കെ കൂടെ ചേർത്ത് വെച്ച് വായിച്ചാൽ മനസ്സിലാവും. ഇവിടെ എൻ്റെ ചോദ്യം, മുഹമ്മദിൻ്റെ പോക്കറ്റിൽ സദാസമയം അള്ളാഹു കുത്തിയിരിപ്പുണ്ട്. മുഹമ്മദിൻ്റെ നിസ്സാരമായ കാര്യങ്ങളിൽ വരെ ചാടി വീണ് മിനിറ്റുകൾക്കകം സെക്കൻഡുകൾക്കകം ആയത്തിറക്കി പ്രശ്നം പരിഹരിച്ചു കൊടുത്തിരുന്ന അള്ളാഹുവിനെ മുഹമ്മദ് ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യുന്ന സമയത്ത് അവിടെ കാണാനില്ല. അള്ളാഹു മുഹമ്മദിൻ്റെ പോക്കറ്റിലിരുന്ന് ഉറങ്ങുമായിരുന്നു. അതല്ലെങ്കിൽ ഈ അബദ്ധം സംഭവിക്കുന്നതിന് മുമ്പ് അള്ളാഹു ചാടി ഇറങ്ങിയിട്ട് പറയണ്ടേ,
ഇയാൾ കള്ളനാണ്, അയാൾക്ക് അനുകൂലമായിട്ട് വിധി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ആയത്ത് അവിടെ അപ്പറക്കല്ലേ വേണ്ടത്. പിന്നീട് ജാള്യത തീർക്കാൻ വേണ്ടിയിട്ട് ആയത്തിറക്കി കൊടുക്കുന്ന അള്ളാഹു എത്ര വിഡ്ഢിയാണെന്ന് ആലോചിച്ച് നോക്കൂ. മുഹമ്മദ് തെറ്റായ വിധി നൽകുകയും ആ തെറ്റായ വിധി തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ അതിൻ്റെ ജാള്യത തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആയത്തിറക്കേണ്ട വല്ല കാര്യവും ദൈവത്തിനുണ്ടോ? ദൈവം പോക്കറ്റിലില്ലേ? മുഹമ്മദിൻ്റെ പോക്കറ്റിൽ സദാസമയം ഉണ്ടായിരുന്നില്ലേ? ആ ദൈവത്തിന് ഈ അബദ്ധം സംഭവിക്കാതെ ആ കേസ് വരുന്ന സമയത്ത് തന്നെ ഒരായത്തിറക്കി കൊടുത്തുകൊണ്ട് ഈ കള്ളനെ പിടിക്കാതിരുന്നില്ലേ? എന്തേ പിടിക്കാതിരുന്നത്? ഇതുപോലുള്ള എത്രയോ അബദ്ധങ്ങൾ ഈ മുഹമ്മദ് പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നിരുന്ന ദൈവത്തിന് പറ്റിയതായിട്ട് ഖുർആൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഉസ്മാനെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞ ചെയ്തപ്പോൾ ആ പ്രതിജ്ഞയിൽ ഞാൻ സന്തോഷവാനാണ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത കഥയൊക്കെ ഈ ഖുർആൻ്റെ ചരിത്രത്തിലുണ്ട്. വാസ്തവത്തിൽ ഉസ്മാൻ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഉസ്മാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിന് മുമ്പേ ഇവർ പ്രതിജ്ഞ ചെയ്തു ഉസ്മാൻ്റെ ചോരക്ക് ഞങ്ങൾ പകരം വീട്ടുമെന്ന്. ഹുദൈബിയ സന്ധിക്ക് പോയ സമയത്ത് നടന്ന സംഭവമാണത്. റിദ്വാൻ പ്രതിജ്ഞ എന്ന് പറയുന്ന സംഭവം. ആ പ്രതിജ്ഞ അനാവശ്യവും അപ്രസക്തവുമായ ഒരു പ്രതിജ്ഞയ്ക്ക് അള്ളാഹു അങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ഇങ്ങനെ വരുന്നു. എന്തേ അള്ളാഹുവിന് ഉസ്മാൻ മരിച്ചിട്ടില്ല, നിങ്ങൾ പ്രതിജ്ഞ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ആയത്തിറക്കാൻ കഴിയാതിരുന്നത്? ഇതുപോലെ 70 ഹാഫിളുകളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ, ജൂതന്മാരെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴും അള്ളാഹു ഇതുപോലെ ഇരുന്നുറങ്ങായിരുന്നു. എന്നിട്ട് ആ 70 പേരെയും കൊണ്ട് ചതിച്ച് കൊന്നിട്ട് 70 പേരും ആകാശത്ത് നിന്ന് മുഹമ്മദിന് ആയത്തിറക്കി കൊടുത്തു, ഞങ്ങളിവിടെ എത്തിക്കണം, ഞങ്ങൾ രക്ഷിതാവിനെ കണ്ടിക്കുന്നത്, സമാധാനം അയക്കണമെന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഖുർആനിലെ അള്ളാഹുവിൻ്റെ കഥ. അതുപോലുള്ള എത്രയോ അമളികൾ മുഹമ്മദിൻ്റെ അള്ളാഹുവിന് ഈ ആയത്തിറക്കുന്ന കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെയും മുഹമ്മദിന് അബദ്ധം പറ്റി, മുഹമ്മദിൻ്റെ അള്ളാഹുവിനും അബദ്ധം പറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ആ സമയത്ത് തന്നെ ഒരു ആയത്തിറക്കിയിട്ട് പ്രശ്നം പരിഹരിച്ചു കൊടുക്കല്ലേ അല്ല വേണ്ടത്. അല്ലാതെ അബദ്ധം ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ ജാള്യത തീർക്കാൻ വേണ്ടിയിട്ട് ഓൻ അഗ്നിയാണ് തിന്നുന്നത്, ഓൻ അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നും പറഞ്ഞിട്ട് ആയത്തിറക്കിയതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഇതാണ് 188 ആയത്തിൻ്റെ കഥ. ഇനി 189 ആയത്ത്. അവിടെ ആ വിഷയവും കഴിഞ്ഞ് വേറൊന്നിലേക്ക് ചാടുക. ഇനി നോക്കൂ നിങ്ങൾ, ഇനി നമ്മൾ ഈ അൽ-ബഖറ സൂറത്തിന് ഇനി നമ്മൾ പോകുന്നത് യാതൊരു ക്രോണോളജിയും ഇല്ലാതെ ഇനി 5, 6, 8 വർഷം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ചരിത്രത്തിൻ്റെ കൂടെ സഞ്ചരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഖുർആനിൽ ഇനി ക്ലാസ് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഈ 189 വാക്യം നോക്കുക. നിന്നോടവർ ചന്ദ്രക്കലകളെപ്പറ്റി ചോദിക്കുന്നു. പറയുക, മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഹജ്ജ് തീർത്ഥാടനത്തിനും കാലനിർണയത്തിനുമുള്ള ഉപാധികളാകുന്നു അവ. നിങ്ങൾ വീടുകളിലേക്ക് പിൻവശങ്ങളിലൂടെ ചെല്ലുന്നതിലല്ല പുണ്യം കുടികൊള്ളുന്നത്. പ്രത്യുത ദോഷബാധയെ കാത്തുസൂക്ഷിച്ചവനത്രേ പുണ്യവാൻ. നിങ്ങൾ വീടുകളിൽ അവയുടെ വാതിലുകളിലൂടെ പ്രവേശിക്കുക. മോക്ഷം കൈവരിക്കുവാൻ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. എന്തെങ്കിലും പിടുത്തം കിട്ടിയോ ആർക്കെങ്കിലും? ഈ വീടിൻ്റെ മുന്നിൽ കൂടെ പോവുക, പിന്നിൽ കൂടെ പോകുക എന്നൊക്കെ പറഞ്ഞത് എന്താ സംഭവം എന്ന് പിടുത്തം കിട്ടിയോ? ഒരു പിടുത്തം കിട്ടില്ല. പിടുത്തം കിട്ടണമെങ്കിൽ നമ്മൾ സന്ദർഭം തേടി പോകണം. അതിൻ്റെ മുമ്പ് ഈ ചന്ദ്രക്കലയുടെ തമാശ പറയാം. ചന്ദ്രക്കലയുടെ കാര്യത്തിൽ സബബുൻ നുസൂൽ പറയുന്നത് മുഹമ്മദിനോട് ചില സഹാബികളോ ചില ജൂതന്മാരോ സംശയം ചോദിച്ചു. എന്താ സംശയം ചോദിച്ചത്? ചന്ദ്രൻ ഇങ്ങനെ ഒരിക്കൽ വട്ടത്തിൽ കാണുന്നു, പിന്നെ അത് പകുതി വട്ടമായിട്ട് മാറുന്നു, പിന്നെ അതിങ്ങനെ തേങ്ങാപ്പൂട് പോലെ ചുക്കിച്ചുളിഞ്ഞു വരുന്നു. അതായത് ഈത്തപ്പനക്കൊലയുടെ തണ്ടിൻ ഉണങ്ങിയതുപോലെ ചുക്കിച്ചുളിഞ്ഞ് ചന്ദ്രക്കലയായിട്ട് വരുന്നു. എന്താണ് നബിയെ അങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ കോലം മാറി വരാൻ കാരണം എന്നായിരുന്നു ചോദ്യം. അങ്ങനെ തന്നെയാണ് തഫ്സീറുകളിലും ഹദീസുകളിലൊക്കെ എഴുതി വച്ചിട്ടുള്ളത്. എന്താണ് കാരണം? ചന്ദ്രന് വൃദ്ധിക്ഷയമുണ്ടാകുന്നതിന്, ചന്ദ്രൻ ഇങ്ങനെ രൂപം മാറി വരുന്നതിൻ്റെ കാരണം എന്താണ് എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് മുഹമ്മദ് അള്ളാഹുവിൻ്റെ ആയത്തിറക്കി പറഞ്ഞ മറുപടിയാണ് ഇത്. നിന്നോടവർ ചന്ദ്രക്കലയെപ്പറ്റി ചോദിക്കുന്നു. പറയുക, മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഹജ്ജ് തീർത്ഥാടനത്തിനും കാലനിർണയത്തിനുമുള്ള ഉപാധികളാവുന്നു അവ. അരി എത്ര എന്നായിരുന്നു ചോദ്യം. പയർ അഞ്ഞാഴി എന്ന് പോലും അല്ല ഉത്തരം. പയർ തോരൻ വെക്കാനുള്ളതാണ് എന്നാണ് ഉത്തരം. ചോദ്യം എവിടെ കിടക്കുന്നു, ഉത്തരം എവിടെ കിടക്കുന്നു?
ചോദിച്ചത് എന്താണ്? ചന്ദ്രൻ കോലം മാറി വരുന്നത്, വൃദ്ധിക്ഷയം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് എന്നാണ്. അത് നിങ്ങൾക്ക് മാസം കണക്കാക്കാനും എണ്ണം കണക്കാക്കാനും ഉള്ളതാണ് എന്നാണ് ഉത്തരം കൊടുത്തത്. അങ്ങനെയുണ്ട് ചോദ്യോത്തരം, അങ്ങനെയുണ്ട് അള്ളാഹുവിൻ്റെ സർവജ്ഞാനം. നമ്മൾ 3-ാം ക്ലാസ്സിലെയും 4-ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് ടോർച്ചും പന്തും ഒക്കെ ഉപയോഗിച്ചിട്ട് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് LP ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ വിവരം പറഞ്ഞു കൊടുക്കാൻ മുഹമ്മദിന് അറിവുണ്ടായിരുന്നില്ല, മുഹമ്മദിൻ്റെ അള്ളാഹുവിന് അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ചോദിച്ചതിന് എന്തെങ്കിലും പറയണ്ടേ? അപ്പോൾ ഒരു പയറഞ്ഞായി അങ്ങോട്ട് വെച്ച് കാച്ചി. എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം മനുഷ്യർക്ക്? ഇതാണ് പറഞ്ഞു കൊടുത്തത്. ഈ ചന്ദ്രൻ ഇങ്ങനെ കോലം മാറുന്നതുകൊണ്ട് മനുഷ്യർക്കുള്ള പ്രയോജനം എന്താണെന്നല്ല അവർ ചോദിച്ചത്. എന്തുകൊണ്ട് കോലം മാറുന്നു, കാരണം എന്ത് എന്നാണ് ചോദിച്ചത്. അതിൻ്റെ കാരണം പറഞ്ഞു കൊടുക്കാൻ അള്ളാഹ്ക്ക് അറിയണ്ടേ? അള്ളാഹ്ക്ക് അറിയണമെങ്കിൽ മുഹമ്മദിന് അറിയണ്ടേ? മുഹമ്മദിന് അറിയണമെങ്കിൽ മുഹമ്മദിന് എന്താണ് ചന്ദ്രൻ എന്നറിയണ്ടേ? അതറിയില്ല. 6-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യനെ ആ മരുഭൂമിയിൽ നിന്ന് മേപ്പെട്ട് നോക്കിയാൽ കാണുന്ന ചന്ദ്രനെക്കുറിച്ചുള്ള വിവരങ്ങളല്ലാതെ ചന്ദ്രനെക്കുറിച്ചുള്ള ഇന്ന് നമുക്കറിയാവുന്ന ഒരു വിവരവും അള്ളാഹ്ക്കില്ല, മുഹമ്മദ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് ഈ പയറഞ്ഞാഴി എന്നുള്ള ഉത്തരം പറഞ്ഞത് ഖുർആനിൽ. ഇനി എന്തായിരുന്നു ചന്ദ്രനെക്കുറിച്ചുള്ള മുഹമ്മദിൻ്റെ അള്ളാഹുവിൻ്റെ ധാരണ? അതറിയണമെങ്കിൽ നമ്മൾ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കണം. ഖുർആനിൽ ഈ ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏതോനും വാക്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അത് വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ചന്ദ്രനെ എങ്ങനെയാണ് മുഹമ്മദിൻ്റെ അള്ളാഹുവും നോക്കിക്കണ്ടതും മനസ്സിലാക്കിയതും, ചന്ദ്രനെക്കുറിച്ച് എന്ത് ശാസ്ത്രീയമായ അറിവാണ് മുഹമ്മദിനും അള്ളാഹുവിനും ഉണ്ടായിരുന്നത് എന്നതിന് ചന്ദ്രനെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ നിരത്തി വെച്ച് നോക്കിയാൽ മതി. എല്ലാ കാര്യവും ഞാൻ നിരത്തിയിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ ഞാൻ നിരത്തി കാണിച്ചു തരാം, കുറച്ച് വാക്യങ്ങൾ ഞാൻ വായിച്ചു തരാം. ഇതാ 6-ാം അധ്യായത്തിൽ 96-ാം വാക്യം. പ്രഭാതത്തെ പിളർത്തിക്കൊണ്ട് വരുന്നവനാണ് അവൻ, രാത്രിയെ അവൻ ശാന്തമായ വിശ്രമവേളയാക്കിയിരിക്കുന്നു, സൂര്യനെയും ചന്ദ്രനെയും കണക്കുകൾക്കടിസ്ഥാനവുമാക്കിയിരിക്കുന്നു. പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹുവിൻ്റെ ക്രമീകരണമത്രേ അത്. കണക്കുകൾക്ക് വേണ്ടിയിട്ട് അടിസ്ഥാനമാക്കിയിരിക്കുന്നു. മാസം കണക്കാക്കാനേ, സമയം കണക്കാക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു ചന്ദ്രനെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞത്. ഇത് പറയാൻ അള്ളാഹുവിൻ്റെ ആവശ്യമില്ല, ഇത് മുഹമ്മദിനും നാട്ടുകാർക്കും അറിയുന്ന കാര്യമാണ്. ചന്ദ്രനെ നോക്കിയിട്ട് മാസം കണക്കാക്കിയിരുന്നു, ചന്ദ്രൻ്റെ ഉദയവും അസ്തമയവും നോക്കിയിട്ട് കാലം കണക്കാക്കിയിരുന്നു. ആ കാലത്ത് മനുഷ്യർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്ത് ചന്ദ്രനെക്കുറിച്ച് എന്തെങ്കിലും വിവരം പറഞ്ഞു കൊടുക്കാൻ ഇവിടെ അള്ളാഹുവിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി അടുത്ത വാക്യം നോക്കൂ. 6-ാം അധ്യായത്തിലെ തന്നെ 97-ാമത്തെ വാക്യം, ഇതിൻ്റെ തൊട്ടടുത്ത വാക്യം. അവനാണ് നിങ്ങൾക്ക് വേണ്ടി നക്ഷത്രങ്ങളെ കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിങ്ങൾക്ക് അവ മുഖേന വഴിയറിയാൻ പാകത്തിലാക്കി തന്നത്. മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം ഇതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. അപ്പോൾ ചന്ദ്രൻ്റെ കൂടെ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ പഠിച്ചു വെച്ചിട്ടുള്ളത്? അതിൻ്റെ ഒരു പർപ്പസാണ് ഇവിടെ പറയുന്നത്. വേറെ പർപ്പസ് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. എന്താ പർപ്പസ്? കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിങ്ങൾക്ക് വഴിയറിയാൻ പാകത്തിലാക്കിയിരിക്കുന്നു. അപ്പോൾ ആ കാലത്ത് മനുഷ്യർ രാത്രിയിൽ നടന്നു പോകുമ്പോൾ നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കിയിട്ട്, ഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കിയിട്ട് ദിശ കണക്കാക്കിയിരുന്നു. വടക്കേതാണ്, തെക്കേതാണ്, പടിഞ്ഞാറേതാണ്, കിഴക്കേതാണ് എന്ന് ആകാശത്തെ നക്ഷത്രം നിങ്ങൾ നോക്കിയാൽ മനുഷ്യർക്ക് മനസ്സിലാകുമായിരുന്നു. ഈ അറിവ് മുഹമ്മദ് നബിക്കും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ നേടിയ അറിവാണ്, ആകാശ നിരീക്ഷണത്തിലൂടെ. ആ അറിവുള്ള മുഹമ്മദ് ആ അറിവ് വെച്ച് നക്ഷത്രങ്ങളുടെ പർപ്പസ് പറഞ്ഞതാണ്. അള്ളാഹു കോടാനക്കോടി നക്ഷത്രങ്ങളും ഗാലക്സികളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നടന്നു പോകുമ്പോൾ വഴിയറിയാനാണ്. എത്ര നിസ്സാരമായൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എത്ര ഭീകരമായ ഒരു പ്രപഞ്ചം അള്ളാഹു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കൂ. എന്താ ഇതിനൊക്കെ നമ്മൾ പറയാം? നക്ഷത്രം മനുഷ്യർക്ക് വഴി കാണിക്കാൻ മനുഷ്യർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നക്ഷത്രങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അതുതന്നെയാണ് ചന്ദ്രനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിലൊന്നും ഒരു പടച്ചോൻ ആകാശത്തു നിന്ന് കെട്ടിയിറക്കാൻ മാത്രമല്ല യാതൊരു അറിവുമില്ല. ഇതെല്ലാം അന്നത്തെ അറബികൾക്കും മുഹമ്മദിനും അറിയാവുന്ന കാര്യങ്ങളായിരുന്നു, നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. ഈ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ കാച്ചാൻ ഒരു അള്ളാഹുവിൻ്റെ ആവശ്യമുണ്ടോ? അതിന് മുഹമ്മദ് പോരെ, അതിന് നാട്ടുകാർ പോരെ? നക്ഷത്രം മനുഷ്യന് വഴി കാണിക്കാൻ, ദിശ കാണിക്കാനുള്ളതാണെന്നാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ ഇതേ നക്ഷത്രത്തിൻ്റെ പർപ്പസ് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. 2 പർപ്പസാണ് വേറെ പറയുന്നത് പ്രധാനപ്പെട്ട. ഒന്ന്, ആകാശത്തിന് മൊഞ്ചു കൂട്ടാൻ. ഏതാകാശത്തിന്?
ഒന്നാം ആകാശത്തിന് ഏറ്റവും താഴത്തുള്ള ഒന്നാം ആകാശം, അതിൻ്റെ മുകളിൽ വേറെ 6 ആകാശമുണ്ട്. 7 ആകാശങ്ങളാണ് പൊക്കി വെച്ചിട്ടുള്ളത് തട്ട് തട്ടായിട്ട്. അതിൽ ഒന്നാം തട്ടിന് ഭംഗി കൂട്ടാൻ നമ്മൾ പന്തലിലൊക്കെ ഇങ്ങനെ ചെറിയ അലങ്കാര ലൈറ്റുകൾ പിടിപ്പിക്കൂലേ കല്യാണ പന്തലിലൊക്കെ, അതുപോലെ അള്ളാഹു അലങ്കാര ലൈറ്റ് പിടിപ്പിച്ചതാണ് ഒന്നാം ആകാശത്ത് നക്ഷത്രങ്ങൾ എന്നാണ് ഒരു പർപ്പസുമായിട്ട് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് അള്ളാഹുവിന് ചെയ്ത്താൻ എറിയാനാണ്. എന്തിനാണ് അള്ളാഹു ചെയ്ത്താനെ നക്ഷത്രം പെറുക്കി എറിയുന്നത്? ആ കഥയൊക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ചെയ്ത്താന്മാർ ആകാശത്തിൻ്റെ ചുവട്ടിൽ പോയിട്ട് ചെവിയോർത്തിരിക്കും. ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് മലക്കുകളും അള്ളാഹുവൊക്കെ കൂടി അവിടെ ദർബാർ കൂടിയിട്ട് അവിടുത്തെ കാര്യങ്ങളും ഭൂമിയിലെ മനുഷ്യന്മാരെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ മനുഷ്യന്മാരെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അവിടുന്ന് ചോർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചെയ്ത്താന്മാരവിടെ പോയിട്ട് പതുങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവരെ അവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടും കൊല്ലാൻ വേണ്ടിയിട്ടുമാണ് അള്ളാഹു നക്ഷത്രം പെറുക്കി എറിയുന്നത്. ആ ഏറാണ് നമ്മൾ രാത്രിയിൽ പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ കാണുന്ന കൊള്ളിമീനുകൾ, നക്ഷത്രം അങ്ങനെ പാറിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതാണ് സംഭവം. അള്ളാഹു ചെയ്ത്താൻ എറിയാണ് നക്ഷത്രം പെറുക്കിയിട്ട്. ഈ കഥയാണ് മുഹമ്മദ് നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത മറ്റൊരു കഥ. ഇതൊക്കെ ആ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ അറിവും മനുഷ്യൻ്റെ അന്ധവിശ്വാസങ്ങളും മനുഷ്യർ ഭാവനയിൽ നെയ്ത കെട്ടുകഥകളുമാണ് എന്ന് മനസ്സിലാക്കാൻ ഇച്ചിരി കോമൺ സെൻസ് മതി. ഇതാണ് നക്ഷത്രങ്ങളെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചൊക്കെ ഉള്ള അള്ളാഹു കെട്ടിയിറക്കിയ അറിവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വാക്യം 10-ാം അധ്യായത്തിലെ 5-ാം വാക്യം. സൂര്യനെ ഒരു പ്രകാശമാക്കിയത് അവനാകുന്നു, ചന്ദ്രനെ അവനൊരു ശോഭയാക്കുകയും ചെയ്തു. ഹുവല്ലദീ ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ. ളിയാ എന്ന് പറഞ്ഞാൽ തിളക്കമുള്ള സാധനം. സൂര്യനെ ഒരു തിളക്കമായിട്ടും ചന്ദ്രനെ ഒരു വെളിച്ചമായിട്ടും അവൻ സൃഷ്ടിച്ചു. അതിന് ഘട്ടങ്ങൾ നിർണയിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതിന്? ചന്ദ്രനും സൂര്യനും. നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുന്നതിന് വേണ്ടി. എന്തിനാണ് ചന്ദ്രനും സൂര്യനൊക്കെ ഇങ്ങനെ ഘട്ടങ്ങൾ? അതായത് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. നേരത്തെ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട് വൃദ്ധിക്ഷയം എന്നതിൻ്റെ ഉത്തരമാണ് വൃദ്ധിക്ഷയത്തിൻ്റെ കാരണം പറയുന്നതിന് പകരം അതിൻ്റെ പർപ്പസ് പറയുന്നത്. എന്താണ് പർപ്പസ്? നിങ്ങൾക്ക് കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുന്നതിന് വേണ്ടി. യഥാർത്ഥ മുറപ്രകാരമല്ലാതെ അള്ളാഹു യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു തെളിവുകൾ വിശദീകരിക്കുന്നു. നല്ല തെളിവാണ്. ഈ പൊട്ടത്തരങ്ങൾ പറയുന്ന അള്ളാഹു ആരാണ് എന്നതിന് നല്ല തെളിവ് തന്നെയാണ് അള്ളാഹു തരുന്നത്. 14-ാം അധ്യായത്തിലെ 33-ാം വാക്യം. സൂര്യനെയും ചന്ദ്രനെയും പതിവായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിലയിൽ അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. രാവിനെയും പകലിനെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. ഇപ്പോൾ സൂര്യനും ചന്ദ്രനും ഇങ്ങനെ സ്ഥിരമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മുഹമ്മദ് നബിക്ക് കാണാവുന്ന കാര്യമാണ്. അന്നത്തെ നാട്ടുകാർക്കും ഭയപ്പെട്ട് നോക്കിയാൽ കാണാവുന്ന കാര്യമാണ്. ആകാശത്ത് കൂടെ ഒരു ഭാഗത്ത് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പോകുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ ചന്ദ്രനും ഇങ്ങനെ പോകുന്നുണ്ട് ഒരേ സ്ഥലത്ത് കൂടെ. ആ പോക്ക് കണ്ടിട്ടാണ് ഈ പറയുന്നത് സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു, ചന്ദ്രൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഈ സൂര്യനും ചന്ദ്രനൊക്കെ സഞ്ചരിക്കുന്നത് ഒരേ റൂട്ടിലാണ് എന്നും ഇതേ ഖുർആനിൽ ഇനി തുടർന്ന് പറയുന്നുണ്ട്. 21-ാമത്തെ അധ്യായത്തിലെ 33-ാമത്തെ വാക്യം. അവനത്രേ രാത്രി പകൽ സൂര്യൻ ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചത്, ഓരോന്നും ഓരോന്നിൻ്റെ പഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സൂര്യനും ചന്ദ്രനും രാത്രിയും പകലും ഒക്കെ അതിൻ്റെ ഓരോരോ പഥത്തിലൂടെ വഴിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. 25-ാം അധ്യായത്തിലെ 61-ാം വാക്യം നോക്കുക. ആകാശത്ത് നക്ഷത്രമണ്ഡലങ്ങൾ ഉണ്ടാക്കിയവൻ അനുഗ്രഹപൂർണനാകുന്നു, അവിടെ അവൻ ഒരു വിളക്കും പ്രകാശിക്കുന്ന ചന്ദ്രനും ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ മുനീർ എന്നാണ് ചന്ദ്രനെ പറഞ്ഞിട്ടുള്ളത്. പ്രകാശിക്കുന്ന ചന്ദ്രൻ. എവിടെയാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്? മറ്റൊരു സ്ഥലത്ത് ആദ്യം പറഞ്ഞത് ചന്ദ്രൻ ഒരു വെളിച്ചമാണ് എന്നാണ്, നൂറ് എന്നാണ് പറഞ്ഞത്. ചന്ദ്രൻ വെളിച്ചമാണെന്നും ചന്ദ്രൻ പ്രകാശിക്കുന്നതാണ് എന്നൊക്കെ പറയണമെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ മേപ്പെട്ട് നോക്കുന്ന ഒരു അറബിയുടെ വിവരക്കേട് ഈ അള്ളാഹുവും വെച്ച് പുലർത്തിയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി സൂറത്ത് യാസീനിലെ 3 വാക്യങ്ങൾ, തുടർച്ചയായിട്ടുള്ള 3 വാക്യങ്ങൾ 38 മുതൽ 40 വരെ. സൂര്യൻ അതിൻ്റെ വിശ്രമസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. വശംസ് തജ്രീലി മുസ്തഖറിൻ ലഹ. സൂര്യൻ മുസ്തഖറിലേക്ക് സഞ്ചരിക്കുന്നു. മുസ്തഖർ എന്ന് പറഞ്ഞാൽ താവളം, വിശ്രമസ്ഥലം എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പോൾ അറബികളിങ്ങനെ യാത്ര പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ ചില മുസ്തഖറുകളിൽ വിശ്രമിച്ചിട്ടാണ് പോവുക. അങ്ങനെയുള്ള വിശ്രമ സ്ഥലങ്ങൾക്കും താവളങ്ങൾക്കുമാണ് മുസ്തഖർ എന്ന് പറയും. സൂര്യൻ അതിൻ്റെ മുസ്തഖറിലേക്ക് സഞ്ചരിക്കുന്നു. പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണത്.
ചന്ദ്രന് നാം പല ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. വൃദ്ധിശയമാണ് പറയുന്നത്. ചന്ദ്രന് നാം പല ഘട്ടങ്ങൾ നിർണയിച്ചിരിക്കുന്നു. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്ത ആദക്കൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രന് നാം ചില ഘട്ടങ്ങൾ നിർണയിച്ചിരിക്കുന്നു, അങ്ങനെ അത് പഴയ ഈന്തപ്പഴക്കൊലയുടെ വളഞ്ഞ തണ്ട് പോലെയായിത്തീരുന്നു. ചന്ദ്രൻ ഇങ്ങനെ ഫുൾ വട്ടത്തിൽ വന്ന് പിന്നെ അരവട്ടത്തിൽ വന്നിട്ട് അവസാനം ഈത്തപ്പഴക്കൊലയുടെ തണ്ട് ഉണങ്ങിച്ചുങ്ങിയതുപോലെ, നമ്മൾ തേങ്ങാപ്പൂൾ പോലെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഭയങ്കര അറിവാണ് അള്ളാഹു പകർന്നു തരുന്നത് കേട്ടോ. സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാനൊക്കുകയില്ല, രാവ് പകലിനെ മറികടക്കുന്നതുമല്ല, ഓരോന്നും ഓരോ പദത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഒരേ ഹൈവേയിൽ കൂടെയാണ് പോണത്, പക്ഷേ ഓവർടേക്ക് ചെയ്യില്ല, കൂട്ടിമുട്ടൂല. കാരണം എന്താണ്? അതൊക്കെ അള്ളാഹു ഇങ്ങനെ കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ട് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അല്ലാതെ നമ്മളെ പശ്ചിമ ബംഗാളിൽ ട്രെയിൻ കൂട്ടിമുട്ടിയമാതിരി ഒരേ ട്രാക്കിൽ രണ്ടും കൂടെ പോവില്ല. ഇവിടെ സൂര്യൻ ഒരു വഴിക്ക് പോകുന്നു, ചന്ദ്രൻ അതിൻ്റെ പിന്നാലെ പോകുന്നു, എന്നാലും കൂട്ടിമുട്ടൂല എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പോവില്ല. അപ്പോൾ സൂര്യൻ എങ്ങനെ പോകുന്നുണ്ട് ഒരു റൂട്ടിൽ കൂടെ, ചന്ദ്രൻ അതിൻ്റെ പിന്നാലെ എങ്ങനെ പോകുന്നുണ്ട്, രണ്ടും കൂട്ടിമുട്ടാതെ പോകുന്നുണ്ട്. അള്ളാഹു കൃത്യമായിട്ട് കണക്കാക്കി വെച്ചിട്ടുകൊണ്ടാണ് പോകുന്നത്. ഈ വിവരക്കേടുകൾ മുഴുവൻ അള്ളാഹുവിൻ്റെ പേരിൽ എഴുതി വെച്ചത് മുഹമ്മദാണ്. മുഹമ്മദിൻ്റെ വിവരക്കേടുകളാണ് എഴുതി വെച്ചിട്ടുള്ളത്. തീർന്നില്ല. 71-ാമത്തെ അധ്യായത്തിൽ 15-16 വാക്യങ്ങൾ. നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് അള്ളാഹു അടുക്കുകളായിട്ട് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്? ആരും കണ്ടിട്ടില്ല 7 അടുക്കുകളാക്കിയിട്ട് സൃഷ്ടിച്ചത്. ആരോടാണ് ഈ പറയുന്നത്? ആരാണ് 7 അടുക്കുകളായിട്ട് ആകാശത്തെ സൃഷ്ടിച്ചത് കണ്ടത്? നിങ്ങൾ കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ചന്ദ്രനെ അവിടെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നു, സൂര്യനെ ഒരു വിളക്കുമാക്കിയിരിക്കുന്നു. വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജൻ. സൂര്യനെ വിളക്കാക്കിയിരിക്കുന്നു, ചന്ദ്രനെ ഒരു നൂറാക്കിയിരിക്കുന്നു, വെളിച്ചമാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്തോൽ. 75-ാം അധ്യായത്തിലെ 9-ാം വാക്യം. സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്തോൽ. ഇത് ലോകം അവസാനിക്കുന്ന ദിവസം സൂര്യനും ചന്ദ്രനൊക്കെ കൂടെ ഒരുമിച്ച് കൂട്ടും. സൂര്യൻ എവിടെ കിടക്കുന്നു, ചന്ദ്രൻ എവിടെ കിടക്കുന്നു? ചന്ദ്രൻ ഈ സൂര്യൻ്റെ മുമ്പിൽ എത്ര നിസ്സാരമായൊരു വസ്തുവാണ്. അത് രണ്ടും ഒരുമിച്ച് കൂട്ടുമെന്ന് പറയണമെങ്കിൽ തന്നെ എത്രമാത്രം സ്റ്റുപ്പിഡിറ്റി വേണം, എത്രമാത്രം മണ്ടത്തരം വേണമെന്ന് ആലോചിക്കാം. അതൊക്കെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ്. ചന്ദ്രൻ ഒരു വലിയ സാധനം, ഏതാണ്ട് അത്ര തന്നെ വലിപ്പമുള്ളൊരു സാധനം സൂര്യൻ. രണ്ടും ഒരു റൂട്ടിൽ കൂടെ അങ്ങനെ പോകുന്നു, കൂട്ടിമുട്ടാതെ പോകുന്നു. ലോകാവസാന നാളിൽ ഇതൊക്കെ കൂടെ ഒന്നിച്ചിട്ട് കൊണ്ടുവരും. ഇത്രയേ ഉള്ളൂ. ഈ 91-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ. സൂര്യനും അതിൻ്റെ പ്രഭയും തന്നെയാണ് സത്യം. പശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ. ചന്ദ്രൻ തന്നെയാണ് സത്യം, അതതിനെ പിന്തുടരുമ്പോൾ. അപ്പോൾ ചന്ദ്രൻ സൂര്യനെ പിന്തുടരുകയാണ്, ഫോളോ ചെയ്യുകയാണ്. സൂര്യൻ ഇങ്ങനെ പോകുന്നതിൻ്റെ പിന്നാലെ ചന്ദ്രൻ ഇങ്ങനെ പോവുകയാണ്, കൂട്ടിമുട്ടാതെയും ഓവർടേക്ക് ചെയ്യാതെ. നമ്മളിപ്പോൾ ഈ വായിച്ച മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഒരു കോമൺ സെൻസ് വെച്ചിട്ടൊന്ന് പരിശോധിച്ച് നോക്ക്. ഇത് ആകാശത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ഒരു പടച്ചോൻ പറഞ്ഞതാണോ, അതോ 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ മണലാരണ്യത്തിൽ നിന്ന് മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞതാണ്? വളരെ ക്ലിയറാണ് കാര്യങ്ങൾ. അന്നത്തെ ഒരു അറബിക്ക് മേലോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇതിനെയൊക്കെയാണ് ഇപ്പോൾ ഉരുട്ടി മറിച്ച് ശാസ്ത്രമാക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ഇവർ ഈ മലക്കം പറയുന്നത്. എങ്ങനെ മലക്കം പറഞ്ഞാലും ഇതൊന്നും ശാസ്ത്രമാവില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു വാക്കിൻ്റെ ഒരു വാക്യത്തിൻ്റെ ഒരു കഷ്ണം മുറിച്ചുകൊണ്ടേറ്റ് ഗവേഷണം നടത്തി ശാസ്ത്രമാക്കിയാലോ ബാക്കി വാക്യങ്ങൾ ഒരുമിച്ച് വരുന്നതോടുകൂടി അതെല്ലാം കൊണ്ട് കൊളാവും ചെയ്യും. അതൊന്നും വിശ്വാസികൾ ശ്രദ്ധിക്കില്ല. ഇവർ ഈ കാപട്യം കാണിക്കുമ്പോൾ, ഈ കള്ളത്തരം കാണിക്കുമ്പോൾ അതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ ആ പറയുന്നതിന് വിരുദ്ധമാണ് എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി ഒരു വിശ്വാസി പ്രയോഗിക്കില്ല എന്നുള്ള ധൈര്യത്തിലാണ് വിശ്വാസികളുടെ മുമ്പിൽ അവരെ കബളിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കള്ളക്കഥകളുമായിട്ടും കള്ളവ്യാഖ്യാനങ്ങളുമായിട്ടും ഇവർ വരുന്നത്. അങ്ങനെയുള്ള കാപട്യത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും കള്ളവ്യാഖ്യാനങ്ങളുടെയും ഒരു പാക്കേജ് ആയിരുന്നു സിന്ധാനി പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറക്കിയത്. അതിനെക്കുറിച്ചാണ് സംവാദവേദിയിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ വിശദമായിട്ട് സംസാരിച്ചത്. ആ സിന്ധാനി പ്രോജക്റ്റ് വെച്ചാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും പോയിട്ട് ഈ കള്ളത്തരങ്ങൾ മുഴുവൻ പറഞ്ഞ് ഞങ്ങളുടെ ഖുർആൻ നിറയെ ശാസ്ത്രമാണ് എന്നും പറഞ്ഞിട്ട് തള്ളിമറിച്ചത്. ഖുർആനിലെ ശാസ്ത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ടത്. ചന്ദ്രൻ വെളിച്ചമാണ് എന്നൊക്കെ പറയണമെങ്കിൽ എത്രമാത്രം സ്റ്റുപ്പിഡിറ്റി വേണം, എത്രമാത്രം വിഡ്ഢിത്തം വേണമെന്ന് ആലോചിച്ചു. എന്താണ് ചന്ദ്രൻ? ചന്ദ്രൻ വെളിച്ചമാണോ? ചന്ദ്രൻ വെളിച്ചമാണെങ്കിൽ ആകാശത്ത് ഇരുന്ന് നോക്കുന്ന ഭൂമിക്ക്, ആകാശത്ത് ഇരുന്ന് താഴേക്ക് നോക്കുന്ന അള്ളാഹുവിന് ഭൂമിയും വെളിച്ചമായിട്ടാണ് തോന്നുക. ചന്ദ്രനിൽ പോയിട്ട് ഭൂമിയിലേക്ക് നോക്കിയാൽ ഇവിടുന്ന് ചന്ദ്രനെ കാണുന്നത് പോലെ തന്നെ ഭൂമി ഒരു വെളിച്ചമായിട്ടാണ് കാണുക വെയിലുള്ള സമയത്ത്.
വെയിൽ തട്ടുന്ന ഭൂമിയുടെ ഭാഗം കണ്ടാൽ നമ്മൾ ഇവിടുന്ന് ചന്ദ്രനെ കാണുന്നത് പോലെ തന്നെയാണ് ഭൂമിയെ കാണുക. അള്ളാഹു ആകാശത്തല്ലേ ഇരിക്കുന്നത്, ആകാശത്തിരിക്കുന്ന അള്ളാഹു ഭൂമി ഒരു വെളിച്ചമാണ് എന്ന് എന്തേ പറയാതിരുന്നത്? ചന്ദ്രൻ വെളിച്ചമാണ് എന്ന് പറയാമെങ്കിൽ ഭൂമി വെളിച്ചമാണ് എന്നും പറയേണ്ടി വരും ആകാശത്തിരുന്ന് നോക്കിയാൽ. അപ്പോൾ ഇത് അള്ളാഹു ആകാശത്തിരുന്ന് നോക്കിയിട്ട് പറഞ്ഞതല്ല, മുഹമ്മദ് ഭൂമിയിലിരുന്ന് പറഞ്ഞ മണ്ടത്തരങ്ങൾ മാത്രമാണ് ഖുർആനിലുള്ളത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഈ ചന്ദ്രക്കലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന ഈ വാതിലിൻ്റെ പിന്നിൽ കൂടെ പോകുന്ന കാര്യം, അതെന്താ സംഭവം? നിങ്ങൾ വീടുകളിലേക്ക് പിൻവശങ്ങളിലൂടെ ചെല്ലുന്നതിലല്ല പുണ്യം കുടികൊള്ളുന്നത്, പ്രത്യുത ദോഷബാധയെ കാത്തു സൂക്ഷിച്ചവനത്രേ പുണ്യവാൻ. നിങ്ങൾ വീടുകളിൽ അവയുടെ വാതിലുകളിലൂടെ പ്രവേശിക്കുക, മോക്ഷം കൈവരിക്കുവാൻ നിങ്ങളെ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. എന്താണ് നിങ്ങൾ ഈ പിൻവാതിലിൽ കൂടെ പോകേണ്ട, നിങ്ങൾ മുൻവാതിലിൽ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ സംഭവം? ഇതിൻ്റെ സബബുൻ നുസൂലാണ് ഈ കാണുന്നത്, വാഹിദിയുടെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ജാഹിലിയ കാലത്ത് പ്രത്യേകിച്ച് മദീനയിലുണ്ടായിരുന്ന അൻസാറുകളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഒരു രീതിയായിരുന്നു, അവർ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ ശബരിമലക്ക് പോകാൻ വേണ്ടിയിട്ട് മാല ഇടുന്നത് പോലെ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഫ്രണ്ട് ഡോറിലൂടെ കയറാൻ പാടില്ല, ബാക്കിലൂടെ കയറണം. ബാക്കിൽ ഡോറില്ലെങ്കിൽ അവർ താഴെ കൂടെ മട കുത്തിയിട്ടോ അല്ലെങ്കിൽ ലാഡർ വെച്ചിട്ട് മതിലിൻ്റെ മേലെ ഈ കോണി വെച്ച് കയറിയിട്ടോ വീടിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടോ ഒക്കെ ആയിരുന്നു വീട്ടിനകത്തേക്ക് പ്രവേശിച്ചിരുന്നത്. വീടിൻ്റെ മുമ്പിൽ കൂടെ നേരെ ചെന്ന് വീട്ടിലേക്ക് കയറാൻ പാടില്ല ഹജ്ജിന് ഇഹ്റാം കെട്ടിയാൽ എന്നായിരുന്നു അന്നത്തെ ജാഹിലിയ അന്ധവിശ്വാസം, അവരുടെ ആചാരമായിരുന്നു അത്. അതുപോലെ തന്നെ ഒരു ദീർഘയാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും വീട്ടിലേക്ക് നേരെ ഫ്രണ്ട് ഡോറിൽ കൂടെ കയറാൻ പാടില്ല, അപ്പോഴും ഇതുപോലെ പിന്നിൽ കൂടെയുള്ള വളഞ്ഞ വഴിയിൽ കൂടെ കയറണം എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഇതിനെക്കുറിച്ച് മുഹമ്മദിന് വലിയ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മദീനയിലായിരിക്കുമ്പോൾ മുഹമ്മദ് ഒരാൾ ഹജ്ജിന് ഇഹ്റാം കെട്ടിയ സമയത്ത് അയാളുടെ വീട്ടിലേക്ക് പോയിട്ട് കയറി, മുമ്പിൽ കൂടെ കയറി. അപ്പോൾ മുഹമ്മദ് കയറുന്നത് കണ്ടപ്പോൾ മറ്റേ ആളും മുഹമ്മദിൻ്റെ പിന്നാലെ ഫ്രണ്ട് ഡോറിൽ കൂടെ കയറി. അപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാവരും ഈ ഫ്രണ്ട് ഡോറിൽ കൂടെ കയറിയ ചങ്ങാതിനെ കുറ്റം പറഞ്ഞു, നീ എന്ത് പണിയാണ് ചെയ്തത്, ആചാര ലംഘനം നടത്തിയെന്ന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് കയറിയത് കൊണ്ടാണ് ഞാനും പുറകെ കയറിയത് എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് പ്രവാചകനൊക്കെ ആണല്ലോ. അപ്പോഴാണ് മുഹമ്മദിന് സംഭവം മനസ്സിലാകുന്നത്. അങ്ങനെ മുഹമ്മദ് അവിടെ വെച്ചിട്ട് ആ ആചാര ലംഘനം ഒരു ആചാരമാക്കി മാറ്റുകയും ആ ആചാരം ഇനി നമ്മൾ തുടരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കുകയും ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. ഇത് ഇസ്ലാം വലിയൊരു അന്ധവിശ്വാസം ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞുകൊണ്ട് വ്യാഖ്യാതാക്കൾ കിടന്നിങ്ങനെ തുള്ളുന്നുണ്ട്. എന്താ അന്ധവിശ്വാസം ഇല്ലാതാക്കിയത്? അവിടെ ഉണ്ടായിരുന്ന സകല അന്ധവിശ്വാസം പെറുക്കി കൂട്ടി. ഇവിടെ മുഹമ്മദിനൊരു അബദ്ധം പറ്റിയതുകൊണ്ട് മുഹമ്മദ് ആ അബദ്ധത്തെ സുബദ്ധമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് വെച്ച് കാച്ചിയതാണ് ഈ ആയത്ത്. അവർ ബാക്ക് ഡോറിലൂടെ കയറാൻ പാടില്ല എന്ന് വിശ്വസിക്കുകയും മുഹമ്മദ് അതറിയാതെ പോയിട്ട് കയറുകയും ചെയ്തു. അപ്പോൾ അവർ മുഹമ്മദിനെ ഫോളോ ചെയ്തു. അപ്പോൾ ആൾക്കാർ അവരെ കുറ്റം പറഞ്ഞു, ആ കയറിയ ആളെ കുറ്റം പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് അതിലിടപെട്ടിട്ട് എന്നാൽ നമുക്ക് ഇനി ആചാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ആചാരത്തെ ഒഴിവാക്കി. ഇതാണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലമായിട്ട് പറയുന്നത്. നിങ്ങൾ വീടുകളിലേക്ക് പിൻവശങ്ങളിലൂടെ ചെല്ലുന്നതിലല്ല പുണ്യം കൊടുകൊള്ളുന്നത്, പ്രത്യുത ദോഷബാധയെ കാത്തു സൂക്ഷിച്ചവനത്രേ പുണ്യവാൻ. നിങ്ങൾ വീടുകളിൽ അവയുടെ വാതിലുകളിലൂടെ പ്രവേശിക്കുക, മോക്ഷം കൈവരിക്കുവാൻ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. മുന്നിൽ കൂടെ കയറാതെ പിന്നിൽ കൂടെ കയറുക എന്നുള്ള പരിപാടിയൊക്കെ ഇനി വേണ്ട, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് തനിക്ക് പറ്റിയ അബദ്ധം സുബദ്ധമാക്കിക്കൊണ്ട് ഇറക്കിയ ഒരു തരികിട ആയത്താണിത്. ഇത് ഇസ്ലാം അന്ധവിശ്വാസങ്ങളില്ലാതാക്കി, അനാചാരങ്ങളില്ലാതാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിമറിക്കാൻ മാത്രമൊന്നും ഇതിനകത്തില്ല. കാരണം ഇതിന് സമാനമായ സകല അന്ധവിശ്വാസങ്ങളും ഹജ്ജും ഉംറയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും അവിടെ പ്രചാരത്തിലുണ്ടായിരുന്ന സകലമാന വിഡ്ഢിത്തങ്ങളും ഈ ഖുർആനിൽ പെറുക്കി കൂട്ടിയിട്ടുണ്ട് മുഹമ്മദ്. അതുകൊണ്ട് മുഹമ്മദ് അന്ധവിശ്വാസ വിരുദ്ധനും വലിയ ശാസ്ത്രബോധമുള്ള ആളായിരുന്നു എന്നൊന്നും ഈ ഒരായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവകാശപ്പെടാൻ ആർക്കും സാധ്യമല്ല. ഇതാണ് ഈ ആയത്തിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ആയത്തിൽ 190-ാമത്തെ ആയത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് 5-6 വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് സംഭവബഹുലമായ വർഷങ്ങൾ കഴിഞ്ഞു പോയതിന് ശേഷം മുഹമ്മദ് ഒരു ചതിപ്രയോഗത്തിലൂടെ മക്ക കീഴടക്കുന്ന സന്ദർഭത്തിൽ, ആ മക്ക കീഴടക്കാൻ പോകുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകളെ, സൈനികരെ
അക്രമത്തിനും യുദ്ധത്തിനും സന്നദ്ധരാക്കുന്നതിന് വേണ്ടി പറഞ്ഞ യുദ്ധസന്ദർഭ ആയത്തുകളാണ് ഇനി വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധസന്ദർഭമൊന്നും ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് ഏകപക്ഷീയമായിട്ട് മക്കയ്ക്ക് നേരെ ആക്രമണം നടത്താൻ പോകുമ്പോൾ അവരിങ്ങോട്ട് ആക്രമിച്ചാലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇനി നമ്മൾ അടുത്ത വാക്യം മുതൽ ചർച്ച ചെയ്യാനുള്ളത്. ഇത് കുറച്ച് ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ടും വിശദമായിട്ട് പറയേണ്ട കാര്യമായതുകൊണ്ടും ഞാനത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്.